ഹായ് ഫ്രണ്ട്സ്, ലൈനിങ് ഇല്ലാത്ത ചുരിദാർ എങ്ങനെ തയ്ക്കാം? ലൈനിങ് ഇല്ലാത്ത ചുരിദാറിന് കഴുത്ത് എന്താ ചെയ്യാന്ന് പല ആൾക്കാർക്കും അറിയില്ലായിരിക്കും. കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ക്രോസ് കട്ടിങ് ഉപയോഗിച്ചാണ് കഴുത്ത് നമ്മൾ തയ്ച്ചെടുക്കുക. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ക്രോസ് കട്ടിങ് ആണ്. ആ കട്ടിങ് ഇതുപോലെ യോജിപ്പിച്ച് ഒരു മാല പോലെ നീളത്തിലാക്കിയെടുക്കുക. എന്നതിന് ശേഷം ബാക്ക് വശവും മുൻവശവും നമ്മൾ കഴുത്ത് വരച്ചെടുത്ത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നല്ല വശത്താണ് ചെയ്യേണ്ടത്. നല്ല വശത്ത് വെച്ച് നമ്മൾ ഈ ക്രോസ് കട്ടിങ് യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഇത് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ബാക്ക് കഴുത്തും ഇതുപോലെ തന്നെ യോജിപ്പിക്കുക. മുൻവശത്ത് ഇത് ചെറിയതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് ബാക്കോട്ടേക്ക് ആ പീസ് മറയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ലേ? അതുപോലെ മറച്ചെടുത്ത് രണ്ട് ഭാഗവും അതുപോലെ ചെയ്ത് ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുക. ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ ഈ പീസ് ഞാനിങ്ങനെ മടക്കി വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്കത്തെ കഴുത്ത് നമ്മൾ പ്രസ്സടി കൊടുക്കേണ്ടത്. എന്നതിന് ശേഷം കൈ നല്ലതുപോലെ യോജിപ്പിക്കുക. കൈ യോജിപ്പിച്ചതിന് ശേഷം കൈയിൻ്റെ താഴ്ഭാഗം ഇല്ലേ, അളവെടുത്തിട്ട് വരയ്ക്കുക. എത്ര ആണോ വണ്ണം, ചിലർക്ക് 5 ആയിരിക്കും, ചിലർക്ക് 5.5 ആയിരിക്കും. അവിടുന്ന് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് ഷേപ്പൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചൊക്കെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു കട്ടിങ് ഇട്ടുണ്ടാവും, അവിടെ വരെ അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം സ്ലിറ്റ് നല്ലതുപോലെ അടിച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ സൂചി അവിടെ താഴ്ത്ത് വെക്കണം. എന്നിട്ട് അതിന് ശേഷമേ ഇങ്ങോട്ടേക്ക് അടിക്കാൻ പാടും. അപ്പോഴാണ് അവിടെ നല്ല നീറ്റിൽ വരുള്ളൂ. സ്ലിറ്റിൻ്റെ ഭാഗം ചുരുണ്ട് കൂടി കിടക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. എന്നതിന് ശേഷം ലാസ്റ്റാണ് തായ് ഭാഗം അടിക്കേണ്ടത്. തായ് ഭാഗത്ത് 1 സ്റ്റിച്ചോ 2 സ്റ്റിച്ചോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല വൃത്തിക്ക് ചുരിദാർ